അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നല്ല മഴയാവും. അതുകൊണ്ട് ഇന്ന് മലപ്പുറം ജില്ല മൊത്തം അവധി പ്രഖ്യാപിച്ച ദിവസമാണ് കേട്ടോ. എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അപ്പോൾ ഇന്ന് മഴയും അവധി എടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. രാവിലെ ചെറിയൊരു തെളിച്ചം വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങി ഒന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ മഴ നനഞ്ഞുള്ള വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യൂലല്ലോ. മഴ ആയതുകൊണ്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങിയില്ല. ഒരു തെളിവ് കണ്ടപ്പോൾ ഇറങ്ങിയതാ. അപ്പം മഴക്കൊരു അസ്കിത ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പം ഞാൻ പോവാണ് കേട്ടോ. പിന്നെ കുറച്ച് കുപ്പികളും കാര്യങ്ങളൊക്കെ കഴുകാണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കഴുകിയേക്കാണേ. കഴിഞ്ഞ ദിവസത്തെ ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഈ ക്ലീനിങ് മന്ത്ലി ആണോ ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ ഇത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു ക്ലീനിങ് ചെയ്യാനൊരു മൂഡ് വരുന്ന സമയത്ത് ഞാനങ്ങോട്ട് ചെയ്യും. പിന്നെ ഓരോ ഏരിയയും നമുക്ക് കാണുമ്പോൾ അറിയാലോ, ഒത്തിരി വൃത്തികേടായിക്കണോ പൊടി അയക്കണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഞാനങ്ങോട്ട് പ്ലാൻ ചെയ്യും, അങ്ങോട്ട് ചെയ്യും. പിന്നെ എനിക്കിഷ്ടമാണ് ക്ലീൻ ചെയ്യാൻ. എനിക്ക് ചെയ്തെന്ന് തുടങ്ങിയാലേ അത് ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ കാര്യം പ്ലാൻ ചെയ്യാം. പക്ഷേ ചെയ്ത് വരുമ്പോൾ പിന്നെ ഞാൻ അത് എന്നാൽ പിന്നെ അതും കൂടി പിന്നെ ഇതും കൂടി അങ്ങനെ കുറച്ച് കുറച്ച് ഏരിയകൾ പിന്നെയും പിന്നെയും ഞാൻ എടുത്തിട്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് ഒരു 4-5 മണിക്കൂർ അയമ്മട് പോയി കിട്ടും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമയം പോണതും അറിയില്ല ക്ലീൻ ചെയ്ത്. പിന്നെ എൻ്റെ വീട് എത്ര ക്ലീൻ ചെയ്താലും എല്ലാ സമയവും ഒരേപോലെ ഒന്നും ഇരിക്കില്ല. നമ്മളെ വീടിനും ജീവനുണ്ട്, വീട്ടിലുള്ളവർക്കും ജീവനുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് എല്ലാ വെച്ചെടുത്തൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എൻ്റെ മക്കള് എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് വലിച്ചിടും. ഇവരെ ഞാൻ ആകെ ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് വെക്കുകയാണ്. ഓല് ഇതുവരെ പാലിക്കാത്തതും അതാണ് കേട്ടോ. പലപ്പോഴും എനിക്ക് ദേഷ്യമൊക്കെ വരും. കാരണം ഞാൻ ഒരു സ്ഥലം ഉണ്ടല്ലോ നല്ല മര്യാദക്ക് ക്ലീനാക്കിയൊക്കെ വെച്ച് എല്ലാം ശരിയാക്കിയിട്ട് വരുമ്പോൾ അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അത് ചിലപ്പോൾ ആകെല്ലാം വലിച്ചിട്ട കോലത്തിലേക്ക് കേൾക്കാരം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് അലമ്പായ സ്ഥലം നല്ലപോലെ വൃത്തിയാക്കിയിട്ട് അതിങ്ങനെ ആ ഒരു നല്ല ഭംഗി ആസ്വദിച്ചിങ്ങനെ ഇരിക്കും ഞാൻ കുറച്ച് സമയം. കാരണം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ഭംഗിയിൽ ആ സ്ഥലം കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ മുറ്റത്ത് ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് മാറിയപ്പോൾ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി. ഇപ്പം എന്താ പപ്പായ ഒന്നും പറിക്കാത്തതെന്ന് പലരും ചോദിച്ചിരുന്നു. കാരണം കാണില്ല, പപ്പായ പറിക്കണതൊന്നും കാണില്ല. കിളികളെ കൊത്തി ഒരു പണിയെടുക്കൽ തുടങ്ങുമ്പോഴേ ഉള്ളത് കാണുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു പപ്പായ പറിച്ചുകൊണ്ടെന്ന് ഞാനൊരു ചെറിയ പീസ് കടിച്ചു നോക്കിയപ്പോൾ ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ പിന്നെ കളയേണ്ടി വന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ വന്നിക്കണേ. അല്ലെങ്കിലും ഈ മലപ്പുറം ജില്ലക്ക് കളക്ടറാണ് അവധി പ്രഖ്യാപിച്ച. അപ്പം മഴയും ലീവ് എടുക്കും. വെറുതെ അല്ല കളക്ടർക്ക് ലീവ് വരാൻ മടി. മഴ എങ്ങനെയൊക്കെയല്ലേ കാട്ടണേ. നിങ്ങളെ ജില്ലയിലും ഇങ്ങനെ തന്നെയാണോ മഴ? എന്തായാലും 2 ദിവസം നിൽക്കാതെ മഴ ചെയ്തപ്പോൾ നമുക്കൊരു പേടി തന്നെ കേട്ടോ. പിന്നെ വയനാട് പൊട്ടി അതൊക്കെ കേൾക്കുമ്പോൾ ഏറെ മനസ്സിക്ക് ബേജാറാ. എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അങ്ങക്ക് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം വെയിൽ വന്നപ്പോൾ ഞാൻ വേഗം അലക്കാനുള്ളത് അലക്കി കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ തോരടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ തോരടാനാണ് വിചാരിച്ച സമയത്ത് വെയിൽ പോയേ. ഇപ്പം നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് തോന്നും. പക്ഷെ അത് ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് കൂടിയതാണ് കേട്ടോ. നല്ല വെളിച്ചം പോലെ വെയിലല്ല അത്. നല്ല പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൂടി വരുന്നുണ്ട്. അതിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേഗം പോയിട്ട് മെഷീനിലിട്ടിട്ട് ഉണക്കിയിട്ട് ഞാൻ തോരട്ടിട്ടോ. പുറത്തിട്ടിട്ടുണ്ടായില്ല. ഇപ്പം ചെറുതായിട്ടൊന്ന് കാണാൻ മാത്രമല്ല എന്നാലും ചെറിയ രീതിയിൽ മഴ ചാറിയും കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് സ്കൂളും മദ്രസൊക്കെ ലീവ് ആയതുകൊണ്ട് ഇവിടെ വാട്ടർ കളറും കൊണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര പണിയാണ് കേട്ടോ. പെയിന്റ് അടിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സമയമൊക്കെ ഫോൺ കൊടുക്കും. അത് കഴിഞ്ഞ് ഒരുപാട് ഓവർ സമയം ആകുമ്പോഴത്തേന് ഞാൻ വേഗം വാങ്ങിക്കൂട്ടും. കാരണം കുറേ സമയം ആകുമ്പോഴത്തേന് എനിക്കൊരു ടെൻഷനാണ്, കണ്ണിന് കേടാണ്, അത് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓരോരോ വിക്രയങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബസ് കുറച്ചും കൂടി മോഡിഫിക്കേഷനൊക്കെ വരുത്തി പേരൊക്കെ എഴുതിയിരിക്കണം കേട്ടോ. ഇത് ഇടക്കിടക്ക് ഓരോരോ പണികളാണ് കേട്ടോ. ചിലപ്പോൾ അവിടെ അയച്ച് ഇവിടെ കൊളുത്തി ഇവിടുന്ന് ഇട്ട് അപ്പുറത്ത് കൊളുത്തി കയറുന്ന മാതിരി ഇടക്കിടക്ക് ഓരോരോ മോഡിഫിക്കേഷൻ ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണ്ടായിമേ. ഞങ്ങള് പ്രാവശ്യം ചെയ്ത് ഈ കളറാക്കിയതാണ്. ഞങ്ങളെ ഇതിത്തെ എല്ലാ കളറും കൂടി ബ്ലാക്ക് ഒക്കെ നോക്കിയതാണ്. ഈ ബ്ലാക്ക് കളറിനാണ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ പോയിട്ട് നഴ്സറി പൊടിയൊക്കെ പോയി വാങ്ങിക്കൊണ്ടിരുന്നു കേട്ടോ. ധനിക്കുട്ടന് അടുത്ത മാസം കൂടിയേ നഴ്സറി പൊടി കിട്ടുന്നുണ്ടാവുള്ളൂ. സെപ്റ്റംബർക്ക് ഒരു 3 വയസ്സാവും കേട്ടോ. ഇവിടെ നഴ്സറി പൊടി കൊണ്ട് ഞാൻ കാര്യമായിട്ട് മക്കൾക്ക് പുട്ടുണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. ഓൾക്ക് അത് പുട്ട് പഴം കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിനാകുമ്പോൾ പ്രത്യേകിച്ച് മധുരമൊന്നും വേണ്ട, ഇതിൽ തന്നെ ഒരു മധുരം ഉണ്ടാവും. അങ്ങനെ പുട്ടുണ്ടാക്കി കഴിക്കും. ചില സമയത്ത് സെനിക്കുട്ടനെ കുറുക്ക് വേണം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്.
നേഴ്സറി പൊടി വാങ്ങാൻ ചെന്നപ്പോൾ ഇന്ന് ലീവല്ലേ, അപ്പോൾ അതുകൊണ്ട് ടീച്ചറും ഹെൽപ്പറും മാത്രമേ നേഴ്സറിയിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾ അവിടെ തങ്ങിക്കണം കേട്ടോ, നിയമോളും ജനിക്കുട്ടനും ഒക്കെ അവിടെ നിന്നിക്കണേ. ഇന്നിപ്പോൾ എൻ്റെ ബോഡി ഗാർഡിനെ വീഡിയോയിൽ കാണാൻ അധികം കിട്ടൂല, വീഡിയോയിൽ ആൾ പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ആളെന്ന് കിട്ടിയിട്ട് തന്നെയല്ല, കാരണം നേഴ്സറിയിൽ കുറച്ച് സമയമൊക്കെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഇന്ന് ലീവുള്ള ദിവസമാണല്ലോ, അതുകൊണ്ട് പിന്നെ ആളെന്നെ മൈൻഡേ ചെയ്യൂല, ഓലെ പിന്നെ അത് തന്നെ ഈ കാരം. നമ്മളിതിലിപ്പോൾ മീൻകാര് വരവില്ല എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഞങ്ങളിതിലൊക്കെ വരുന്നുണ്ടല്ലോ കുഴപ്പമില്ലല്ലോ എന്നുള്ളത്. അത് ഓരോ ഏരിയക്ക് അനുസരിച്ചാവും കേട്ടോ. ചിലപ്പോൾ ഇതിൽ വരുന്ന മീൻകാരൊന്നും വരവേ ഇല്ല. ഇപ്പോൾ ഈ ട്രോളിങ് നിരോധനമൊക്കെ ആയതുകൊണ്ടോ മീൻ വില കൂടിയതുകൊണ്ടോ എന്താണെന്നറിയില്ല, ഇതിൽ വരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ അടുത്തൊന്നും കടലും കടപ്പുറമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അവൈലബിൾ ആയി കിട്ടൂല. പിന്നെ കുറച്ച് അങ്ങോട്ട് ദൂരം പോയാൽ അങ്ങാടിയിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാങ്ങിച്ചിട്ടൊക്കെ കൊണ്ടുവരാം കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ അടുത്തൊന്നും ചിലപ്പോൾ പിടിച്ചതൊന്നും ആവില്ല, കുറെ മുന്നത്തെ ഐസ് ഇട്ടിട്ട് കൊണ്ടുവരുന്ന അങ്ങനത്തതൊക്കെ. ഇന്നിപ്പോ കിട്ടിയത് ഉണക്കലാണ് കേട്ടോ, ഉണക്ക സ്രാങ്കാണ് കിട്ടിയത്. എനിക്ക് ഈ സ്രാവ് വലിയ ഇഷ്ടമല്ല കേട്ടോ, അതിനൊരു കട്ടിപ്പാണല്ലോ. ആ കട്ടിപ്പ് പോകാൻ പിന്നെ ഞാൻ കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ അങ്ങനെയൊക്കെ ഇട്ട് വെക്കും കേട്ടോ. ചിലതിൻ്റെയൊക്കെ തോലുണ്ടല്ലോ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ കിട്ടും, ചിലതിൻ്റെ അങ്ങനെയും കിട്ടലില്ല, അതേപോലെ ഇങ്ങനെ പറിച്ചെടുക്കാൻ കിട്ടും. പിന്നെ ചൂടുവെള്ളത്തിൽ ഒരുപാട് സമയം ഇട്ടാലും പറ്റൂല, ഇത് പറ്റ ഇതാവും കേട്ടോ. ഞാൻ ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ചോറ് തളച്ചുകൊണ്ടിരിക്കണേന് അതിന് കുറച്ച് വെള്ളമാണ് കേട്ടോ എടുത്തത്. ഇപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ബാക്കി കുറച്ച് പച്ചവെള്ളം കൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല തിളച്ച വെള്ളം ആകുമ്പോൾ മീൻ ആകെ ഇങ്ങോട്ട് അലിയും, അതിൻ്റെ ഉപ്പൊക്കെ പോയി വരുമ്പോഴത്തേന് പച്ച ഇങ്ങോട്ട് ഇതാവും, പൊരിച്ചെടുക്കാനൊന്നും പറ്റാത്ത കൊലത്തിലാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് അതവിടെ വെള്ളത്തിലിട്ട് വെച്ചിക്കണ്. ആ സമയം കൊണ്ട് നമുക്ക് ബീറ്റ്റൂട്ട് ഉപ്പേരി കൂടി തട്ടിക്കൂട്ടാം. അപ്പം നമ്മുടെ അയൺ കടായി എടുത്തിക്കണേ. ഉപ്പേരികൾക്കൊക്കെ അധികം ഞാൻ ഈ ചട്ടി എടുക്കണം എന്താ വെച്ചാൽ ഇതിലാവുമ്പോൾ നമുക്ക് ഏത് ഉപ്പേരി ആയാലും കിഴങ്ങ് അങ്ങനത്തെ എല്ലാ ഉപ്പേരികളും നമ്മൾ വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കാം. നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിൽ വെള്ളം ഒഴിക്കാതെ നമുക്ക് ചെറിയ തീയിൽ അടച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട്, അത് നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് പെട്ടെന്നൊന്നും അടി പിടിക്കൂല. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, ഇളക്കാതെ നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ അടിക്ക് ഏത് ചട്ടിയാലും കരിഞ്ഞു. അത് ട്രിപ്പിൾ ലെയർ അല്ല, 4th ലെയർ ആയാലും അങ്ങനെ തന്നെ. അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ മീനും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതാ ഇതേപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ കണ്ടോ, അടിയിൽ നോക്കുമ്പോൾ അറിയാം അടിക്കൊന്നും പിടിച്ചാതെ നമ്മൾ ഉപ്പേരി ഇങ്ങനെ വെന്ത് കിട്ടും കേട്ടോ. നല്ല ചൂട് നിൽക്കും ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതൊരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് മാറ്റും. ഉടനെ തന്നെ ചൂട് കൊടുക്കാൻ മാറ്റണമെന്നൊന്നുമില്ല, ഒരു 1-2 മണിക്കൂറൊന്നും വെച്ചാൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അയൺ കണ്ടന്റ് കൂടുതലാവും. പിന്നെ ഈ ചട്ടി ഉണ്ടല്ലോ കുറേ യൂസ് ചെയ്ത് നമ്മളായിട്ട് സെറ്റ് ആയാൽ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് ആ ചട്ടിൻ്റെ കാര്യം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളൂ. ആദ്യമായിട്ട് അയൺ ചട്ടിയൊക്കെ വാങ്ങുമ്പോൾ എല്ലാവർക്കും ടെൻഷനിരിക്കണം, അത് ഭയങ്കര ഗതികേടാ, അത് ഉണ്ടാക്കണം, ക്ലീൻ ചെയ്ത് തുടച്ചെടുത്ത് വെച്ച് അതൊക്കെ വലിയ ചൊറയല്ലേ. ഞാനും ആദ്യം വാങ്ങിയ സമയത്ത് അങ്ങനെയൊക്കെ വിചാരിച്ചിനെ, പക്ഷേ അത് ഉപയോഗിച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ചട്ടി, കാരണം ക്ലീൻ ചെയ്യാൻ സൂപ്പറുള്ള പരിപാടിയാണ്. നമ്മൾ സ്റ്റീലിൻ്റെ മാതിരി അവിടെ ഇവിടെയും കറ പിടിച്ച് അത് വരുതി കളയാം അങ്ങനത്തെ പ്രശ്നമൊന്നും ആ ചട്ടിക്ക് ഉണ്ടാവില്ലല്ലോ. പിന്നെ എൻ്റെ എപ്പോഴത്തെ മാസ്റ്റർ പീസ് മോരുകറിയും കൂടി ഉണ്ടാക്കി ഞാൻ ലഞ്ചിൻ്റെ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതും കൂട്ടിയിട്ടാണ് ലഞ്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ, ഗിവ് അവേൻ്റെ 5ാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതും കൂടി കഴിഞ്ഞാൽ ആ ഗിവ് അവേൻ്റെ ചോറം കിട്ടും. അപ്പോൾ ഇതാണ് 5ാമത്തെ വീഡിയോ. കമൻറ്റ് എഴുതുന്ന കാര്യം മറക്കണ്ട. പിന്നെ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 2 ദിവസത്തെ സമയം തരാം ഞാൻ കമൻറ്റ് എഴുതാനുള്ള സമയം. ചിലപ്പോൾ വീഡിയോ ഇട്ട് ഉടനെ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ തിരക്കുകളൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ദിവസത്തെ സമയം തരാം ഇത് എഴുതാൻ. 48 മണിക്കൂർ തരാം. ആ 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗിവ് അവേ വിന്നറെ സെലക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വിന്നറെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഏതാളെയാണോ സെലക്ട് ചെയ്യണത് എന്നിട്ട് ഞാൻ ഈ 5 വീഡിയോയിലും പോയി നോക്കും. നിങ്ങൾ ആ പറഞ്ഞ നമ്മൾ ഫസ്റ്റത്തെ ഗിവ് അവേൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിരുന്നു കുറച്ച് കാര്യങ്ങൾ അല്ലേ, കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പാലിച്ചിട്ടാണോ കമൻറ്റ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നോക്കി വിലയിരുത്തുക, നമ്മൾ പറഞ്ഞ മാതിരിയൊക്കെയാണോ കമൻറ്റ് ചെയ്തത് എന്നുള്ളത്. കാരണം തിരഞ്ഞെടുത്തിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ട് പിന്നെ ആ ഒരു അവസരം നഷ്ടപ്പെടുത്തണ്ടല്ലോ, അത് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കണമെന്നും അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് വിന്നറെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാൻ ഗിവ് അവേ വിന്നറെ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഉച്ചത്തെ ചോറൊക്കെ തിന്ന്
കുറച്ച് സമയം ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി ഞാൻ പിന്നെ അടുക്കളയിൽ കയറി നമ്മളെ കഴുകി വെച്ച കുപ്പികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫില്ല് ചെയ്ത് വെക്കാനും ഒക്കെ ഉണ്ടേനി. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 മുട്ട ഉണ്ടേനി. അപ്പം ഞാൻ മുട്ട ബജി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതാ. പക്ഷേ അപ്പോഴാണ് മുട്ട ബജി ഉണ്ടാക്കി അല്ല, അതിൻ്റെ ഇടയിലാണ് അതിക്കിടാനുള്ള അപ്പസോഡ ഞാൻ ഇന്നലെ തീർത്ത കാര്യം ഓർമ്മ വന്നത്. ഇന്നലെ അപ്പസോഡ ഞാൻ ക്ലീനിങ്ങിൻ്റെ അടുത്ത് ഫുള്ളായിട്ട് തീരുമാനമാക്കിയിട്ടില്ലേ. ഇതിക്ക് അപ്പസോഡ ഇടുമ്പോഴാണ് ഒന്ന് പൊന്തി വരും. പിന്നെ ആ സമയത്ത് കടയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ കട തുറന്നിട്ടില്ല കേട്ടോ. ഇവിടെ അടുത്തുള്ള കടയിൽ പോയപ്പോഴേ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കട തുറന്ന് അപ്പസോഡ കിട്ടി വരുമ്പോഴത്തേന് ചിലപ്പോൾ അതിന്റെ മൂട് അങ്ങോട്ട് പോയാലും ഉണ്ടാക്കാല്ലേ. അപ്പൊ അതുകൊണ്ട് വേഗം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നമ്മള് ചട്ടി ഉണ്ടല്ലോ ഉപ്പേരി വെച്ചിട്ട് ഞാൻ കഴുകി വെച്ചതിനെ തുടച്ചിട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ തുടച്ചെടുത്തേക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഇതേപോലെ കകത്തി വെക്കൂല. ഇതേപോലെ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ വെള്ളം ഈർപ്പൊക്കെ ആയി തന്നെ നിന്നിട്ട് പെട്ടെന്ന് തുരുമ്പുടിച്ചു. ഞാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചാൽ അതിന്റെ വെള്ളമൊക്കെ പോയിട്ട് ഇങ്ങനെ ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുരുമ്പ് എടുക്കണില്ല. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് കേട്ടോ. ഇപ്പൊ തുരുമ്പ് എടുക്കണില്ല. ആദ്യം ഞാൻ പറഞ്ഞില്ലേ വാങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിനി. ഇത് വലിയ ചോറൊടിച്ച പരിപാടി, ഇത് കഴിഞ്ഞിട്ട് തുടച്ചെടുത്ത് വെക്കണം അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ 2 ദിവസം ചെയ്തെന്നപ്പോൾ അതൊക്കെ സിമ്പിൾ സെറ്റ് പരിപാടി കേട്ടോ. അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചട്ടിയാണിത്. ഇങ്ങനെ പൊരിക്കാനൊക്കെ എണ്ണയിൽ മുക്കി പൊരിച്ചാനും ഒക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ ഈ എണ്ണയിൽ മുക്കി പൊരിക്കണ ഇങ്ങനത്തതുള്ള സ്റ്റീലിൻ്റെ ചെയ്താൽ ആ സ്റ്റീൽ ചട്ടിൻ്റെ ഒക്കെ സൈഡ് കൂടെ ഒക്കെ ഒരു ജാതി കറ വരും. പിന്നെ അത് നമ്മൾ വരുതി കളയണം. അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ പൊരിച്ചാൽ സൂപ്പറാണ്. നമ്മളെപ്പോഴും പൊരിച്ചെടുക്കുമ്പോഴാണ് ഇങ്ങനെ എണ്ണയിലൊക്കെ മുക്കി പൊരിച്ചത് ചെയ്യുമ്പോൾ അതിനുള്ളിലത്തെ നല്ല അടിപൊളി നോൺ സ്റ്റിക്ക് പോലെ ആയി വരും. അങ്ങനെ ചായയും റെഡി. ഇനി ചായ കുടിച്ചാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.